Patience is a key to success, not speed. Time is a cunning speculator's best friend if he use it right. ജെസ്സി ലിവർമോർ. ജെസ്സി ലിവർമോറിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ആരായിരുന്നു? ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോക പ്രശസ്തനായ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല അല്ലേ. 20ാമത്തെ സെഞ്ചുറിയിലായിരുന്നു അമേരിക്കയിലെ ഒരു വളരെ ഗ്രേറ്റ് ട്രേഡർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോഡ്സ് അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എല്ലാം വളരെ പ്രസക്തമാണ്. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചാൽ, കഴിഞ്ഞ ദിവസം ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അത് പങ്കെടുത്ത് അതിനകത്ത് ഒരുപാട് ഗ്രേറ്റ് ട്രേഡേഴ്സിൻ്റെ മീറ്റിങ്സും ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഈ ജെസ്സി ലിവർമോറിനെ കുറിച്ചിട്ട് വളരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോഴ്സുകൾ, അതുപോലെ തന്നെ ജെസ്സി ലിവർമോറിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അപ്പം അക്കൂട്ടത്തിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അത്രയ്ക്ക് ബെറ്റർ അല്ലായിരുന്നു എന്ന്. അതിൽ നിന്നാണ് ജെസ്സി ലിവർമോറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി രീതിയിലേക്ക് ചെക്ക് ചെയ്യാനെല്ലാം എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ എത്രയൊക്കെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്താലും എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താലും നമ്മൾ വിജയത്തിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അവിടെയാണല്ലോ ട്രേഡിംഗ് സൈക്കോളജിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പക്ഷേ ജെസ്സി ലിവർമോറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൈക്കോളജീസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലിവർമോറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം 14 ഇയേഴ്സ് ഉള്ള സമയത്ത് ആണ് അദ്ദേഹം ഈ ട്രേഡിംഗ് ഫീൽഡിലോട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം ട്രേഡിങ്ങിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചു വന്ന ആ കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ബെയർ ഓഫ് വാൾ സ്ട്രീറ്റ് എന്നാണ്. ലോകം കണ്ട ഫേമസ് ആയ സ്റ്റോക്ക് ട്രേഡർ ആയിരുന്ന അദ്ദേഹം തൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം ബെയർ ഓഫ് വാൾ സ്ട്രീറ്റ് എന്നറിയപ്പെട്ടു. കാരണം അത്രമേൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കിങ് ആയിരുന്നു അദ്ദേഹം. ഈ 1929 സമയത്ത് അദ്ദേഹത്തിൻ്റെ വർത്ത് എന്ന് പറയുന്നത് ഒരു 100 മില്യൺ ആയിരുന്നു. ഇന്നത്തെ നമ്മൾ പറയുകയാണെങ്കിൽ 1.5 ബില്യൺ വരുന്ന ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്ത് എന്ന് പറയുന്നത്. അത്രമേൽ സ്റ്റോക്ക് മാർക്കറ്റിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു മായാജാലക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം പിവറ്റ് പോയിന്റ് സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ സെല്ലിംഗ് സ്ട്രാറ്റജീസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിനെ വെല്ലാനായിട്ട് ആ കാലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. അത്രമേൽ ഗ്രേറ്റസ്റ്റ് ട്രേഡർ ആയിരുന്നു ജെസ്സി ലിവർമോർ എന്ന് പറയുന്നത്. ചിന്തിക്കൂ, എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ 63ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നു? എന്തൊക്കെയാവാം അതിനുള്ള കാരണങ്ങൾ? അതൊക്കെയാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നമുക്കിതിൽ നിന്നും പല കാര്യങ്ങളും ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഇത്രയെല്ലാം ചെയ്തിട്ടും, മനുഷ്യൻ്റെ സ്വതവേ ഉള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ആ ഒരു രീതിയിൽ. അതായത് ട്രേഡേഴ്സ് പറയുന്ന ഒരു ഡയലോഗാണത്. ഞാൻ ഇത്രമേൽ ചെയ്തു, ഞാൻ ഇത്രയ്ക്ക് വർക്കൗട്ട് ചെയ്തു, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തു, ആൽഗോ ട്രേഡിങ്ങിലേക്ക് വന്നു, സ്വന്തമായി സ്ട്രാറ്റജി ഉണ്ടാക്കി, എന്നിട്ടും എന്തേ എനിക്ക് ലോസസ് വരുന്നു? അവിടെയാണ് ഈ ഒരു ജെസ്സി ലിവർമോറിന്റെ മരണകാരണങ്ങൾ, എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് പോയി എന്നുള്ളതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ എക്സ്ട്രീം ഹൈസും ലോസും എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 1907 മുതൽ 1929 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് സിംഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാം. നമുക്കറിയാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ ഡിപ്രഷനിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുഭവിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് അങ്ങോട്ട് ഒരു ഗ്രേറ്റ് സക്സസ്ഫുൾ ട്രേഡറുടെ ഡിപ്രഷനാണ് നമ്മൾ കാണുന്നത്. വളരെ കടുത്ത നിരാശയിലേക്ക് അദ്ദേഹം പോവുകയും ഡിപ്രഷന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ഐസൊലേഷൻ ഉണ്ടാകുമല്ലോ, ഒരു ഒറ്റപ്പെടൽ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും, അദ്ദേഹം ഒന്നിലധികം മാരേജ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാം അദ്ദേഹത്തിന് പ്രോബ്ലംസ് വന്നു. കടുത്ത നിരാശയിലേക്ക് മാറി അദ്ദേഹം. പിന്നെ ഐസൊലേഷനായിട്ട് മാറി. ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വക്കത്ത് നിന്ന് അദ്ദേഹത്തെ
അതായത് ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിന്റെ ഹൈസും ലോസും അനുഭവിച്ച് കടന്നു വന്നൊരു വ്യക്തിയാണ്. അതായത് വളരെ ഹൈ ലെവലിൽ ഇൻകം ഏൺ ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ വേർത്ത് പറഞ്ഞല്ലോ. ആ ഒരു ലെവലിൽ നിന്നും പാപ്പരത്വത്തിലേക്ക് മാറിയ ആ ജെസ്സി ലിവർമോറിന്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അത് ഞാൻ പറയാം. അത് നമുക്ക് വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇനി 2-3 റീസൺസ് കൂടി പറയട്ടെ. അദ്ദേഹത്തിന് സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള 2-3 റീസൺസ് കൂടി പറയാം. പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിരുന്നു പ്രഷർ ഫ്രം പാസ്റ്റ് സക്സസ്. അതായത് നേരത്തെ വിജയിച്ചിരുന്നല്ലോ. നമുക്കും ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഓവറായിട്ട് പ്രഷർ ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ് ഈ പാസ്റ്റ് സക്സസ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ എനിക്ക് വിജയം കിട്ടിയിരുന്നല്ലോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഫെയിൽ ആയല്ലോ. ഈവൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ട്രേഡിൽ നല്ല പ്രോഫിറ്റ് കിട്ടി, സെക്കൻഡ് ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടി, തേർഡ് ട്രേഡ് വന്നപ്പോഴേക്ക് ലോസ് വന്നു. എന്തുകൊണ്ടാണ് 4മതൊരു ട്രേഡിലേക്ക് മാറിയത്? എനിക്ക് ആദ്യം പ്രോഫിറ്റ് കിട്ടിയിരുന്നല്ലോ, എനിക്ക് നല്ല സക്സസ് കിട്ടിയിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെയൊക്കെ ചില ദിവസങ്ങളെ ആശ്രയിക്കുന്ന വ്യക്തികളെ കാണാറുണ്ട്. അത് വളരെ രസകരമാണ് അവരുടെ കാര്യങ്ങൾ. കാരണം അവർ ചിന്തിക്കുന്നത് ഇന്ന് എനിക്ക് ലക്കി ഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന് അൺലക്കി ഡേ ആണ്. ഫസ്റ്റ് ട്രേഡ് എനിക്ക് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഇന്ന് ഭാഗ്യമുണ്ട്, എനിക്കിന്ന് ഒരു 10 ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ലെവലിൽ ചിന്തിച്ചു. അപ്പം ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. പാസ്റ്റ് സക്സസ് അദ്ദേഹത്തെ വലിയ ഒരു പ്രഷർ, ഡിപ്രഷന്റെ എക്സ്ട്രീം മോഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു. ആ ഒരു മോഡിലാണല്ലോ അദ്ദേഹം സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തൻ്റെ സൂയിസൈഡ് ലെറ്ററിൽ എഴുതി വെച്ചത്, മൈ ലൈഫ് വാസ് എ ഫെയിലിയർ. എന്തുകൊണ്ടാണ് ലോകം കണ്ട ഗ്രേറ്റ് ട്രേഡറായ ജെസ്സി ലിവർമോറിന് മൈ ലൈഫ് വാസ് എ ഫെയിലിയർ എന്ന് പറയേണ്ടതായിട്ട് വന്നത്? വളരെ ചിട്ടയോടെ റൂളുകൾ എഴുതി വെച്ചിട്ട് ആ റൂൾ ബേസിലായിരുന്നു അദ്ദേഹം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മണി ഈസ് മെയ്ഡ് ബൈ സിറ്റിംഗ് നോട്ട് ബൈ ട്രേഡിംഗ്. അതായത് പേഷ്യൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റിൽ എൻ്റർ ആയിട്ട് ഫാസ്റ്റായിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം. വളരെ പേഷ്യൻസോടെ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് വെയിറ്റ് ചെയ്തായിരുന്നു അദ്ദേഹം ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് മാത്രമേ അദ്ദേഹം ട്രേഡ് ചെയ്യുമായിരുന്നുള്ളൂ. വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് കണ്ടുപിടിച്ച ശേഷം മാത്രം ആ മാർക്കറ്റിൽ എൻ്റർ ആവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും 10% മുകളിൽ ആയിരുന്നില്ല. 10% ആയിരുന്നു അദ്ദേഹത്തിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിട്ടയായ റൂളുകളുടെ ബേസിലായിരുന്നു അദ്ദേഹം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും എന്തേ ഇങ്ങനെ സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചിട്ടയായി സെറ്റ് ചെയ്ത റൂളുകൾ ഫോളോ ചെയ്തു പോകാൻ അദ്ദേഹത്തിന് പോലും കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഗ്രേറ്റ് ട്രേഡറായ ജെസ്സി ലിവർമോറിന് പോലും സ്വന്തം റൂൾസ് ഫോളോ ചെയ്തു പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് എങ്ങനെ റൂൾ ബേസിൽ ട്രേഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും? ഇവിടെയാണ് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി മനസ്സിലാക്കേണ്ടതും ആ ഒരു ട്രേഡിംഗ് സൈക്കോളജി ബേസിൽ ട്രേഡ് എടുക്കേണ്ടതും. എല്ലാവർക്കും എളുപ്പമാണ്, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്, റൂൾസ് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഈവൻ എനിക്കിങ്ങനെ നിങ്ങളോട് പറയാൻ വരെയും എളുപ്പമാണ്. പക്ഷേ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. റൂള് ബേസ് ചെയ്തിട്ട് ഞാൻ ചില സമയങ്ങളിൽ റൂൾ ബേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അതായത് എൻ്റെ ഒരു റൂൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം 3 ട്രേഡേ ഉള്ളൂ. ഈ 3 ട്രേഡിന് ശേഷം ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ട്രേഡ് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രാഡേ ട്രേഡുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രേഡ് നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആ റൂള് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ട്രേഡ് എടുക്കാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസി, അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ശ്രമകരമാണ്. പക്ഷേ ഓവർകം ചെയ്താൽ നമ്മൾ ട്രേഡിൽ സക്സസ് ആവുക തന്നെ ചെയ്യും. വി ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രോസസ് നോട്ട് ദ ഔട്ട്കം. അതായത് ഈ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തികളായിരിക്കും. അതായത് എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി, ആ ഒരു ലെവലിൽ എത്ര ലോസ് വന്നു. ഒരിക്കലും നമ്മൾ അത് നോക്കാനായിട്ട് ഇരിക്കരുത്. പകരം നമ്മൾ എത്ര പോയിന്റ് ആണ് ക്യാച്ച് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് എത്ര പോയിന്റ് ക്യാച്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു പോയിന്റ് ക്യാച്ച് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് പോരുക. മാർക്കറ്റ് പൊക്കോട്ടെ, അപ് ട്രെൻഡ് ആവാം, ഡൗൺ ട്രെൻഡ് ആവാം, മാർക്കറ്റിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കട്ടെ. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ട് മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ജെസ്സി ലിവർമോറിനെ കുറിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിജയങ്ങൾ പറഞ്ഞു. കൂടുതലായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ പരാജയങ്ങളാണ്.
കാരണം ഈ പരാജയങ്ങളിൽ നിന്ന് വേണം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പഠിക്കാനും അത് നമ്മൾ പ്രാവർത്തികമാക്കാനും. അതായത് നമ്മളൊരു റൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്. എന്തുകൊണ്ട് നമ്മുടെ റൂൾസ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒന്നും വേണ്ട, ചെറിയൊരു 1-2 റൂൾ സെറ്റ് ചെയ്ത് നോക്കുക. അതൊരു 7 days നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് പറ്റുന്നില്ല എങ്കിൽ ഈ ഫീൽഡ് വിടുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം വീണ്ടും നമ്മൾ അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് കഠിനമായ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ഹൈ പ്രഷറിലോട്ട്, ഈ പറഞ്ഞതുപോലെ ഐസൊലേഷൻ പോലുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പണമുണ്ടാക്കണം എന്നുള്ള ചിന്തയോടെ ഈ ഓപ്ഷൻ ഫീൽഡിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സത്യത്തിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഡിഗ്രി ലെവൽ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 22-23 വയസ്സാകുമ്പോഴേക്കും ട്രേഡിങ്ങിലേക്ക് വരികയാണ്. ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നു, അതിൽ നിന്ന് എനിക്ക് മണി ഏൺ ചെയ്യണം, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനുള്ള പൈസയെല്ലാം എനിക്ക് ട്രേഡ് ചെയ്തുണ്ടാക്കാൻ സാധിക്കും, ആ ഒരു ലെവലിൽ വരുന്നു. ഇവരെല്ലാം സെലക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഓപ്ഷൻ ട്രേഡിംഗ് വളരെ നല്ലതാണ്, പക്ഷേ ഓപ്ഷൻ ബൈയിങ് ആണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്കറിയാം മാർക്കറ്റിൽ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഒരു കാര്യം, നമ്മളൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അവിടെയെല്ലാം നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട്. നമുക്കൊരാൾ ലോൺ തരുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ് നമുക്ക് ലോൺ തരുന്നത്? ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ ലൈഫിന് തന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് അവിടെ ഇല്ല. ഓപ്ഷൻ ബൈ ചെയ്യുന്നു, പൈസ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. സത്യത്തിൽ അവിടെ നമ്മൾ പറയും ലക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പം നമ്മൾ ഈ ലക്കിനെ ആശ്രയിക്കാതെ എപ്പോഴും ഒരു ഇൻഷുറൻസ് കണ്ടെത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്ന രീതികൾ, കോൾ സ്പ്രെഡ് രീതികൾ, അയൺ കോണ്ടൂർ മെത്തേഡ്സ്. അതായത് ഈ ഓപ്ഷൻ ബൈയിങ്ങിലെ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം. അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് വെച്ചാൽ പറയുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ കുറേ പേരുടെ അനുഭവങ്ങൾ കേട്ടതാണ്. ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വന്നു, പൈസ മുഴുവനും പോയി എന്നുള്ള സ്ഥിതി. കാരണം ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രശലഭം പൂക്കളിലേക്ക് എത്തുന്നത് പോലെയാണ് ആളുകൾ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വരുന്നത്. കാരണം ജസ്റ്റ് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. സത്യത്തിൽ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഓപ്ഷൻ ബൈയിങ് തുടങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ? യൂട്യൂബിൽ കാണാം, ഫേസ്ബുക്കിൽ കാണാം. നിങ്ങൾ 5000 രൂപ കൊണ്ട് 1 കോടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ 5000 രൂപ 50,000 ആക്കാം. അവരൊക്കെ പറയുന്നത് ഓപ്ഷൻ ബൈ ചെയ്യൂ, കോടികൾ സമ്പാദിക്കൂ. നെവർ ഹാപ്പൻഡ്. ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് ചിലപ്പോൾ കുറേ പൈസ കിട്ടും, കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി നമ്മൾ വീണ്ടും കളയേണ്ടതായിട്ട് വരും. കാരണം അതാണ് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പ്രോബ്ലം. ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പ്രോബ്ലംസ്, ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് പൈസ എന്തുകൊണ്ട് ഒരുപാട് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് തടയാനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് എന്താണ്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ജെസ്സി ലിവർമോറിൻ്റെ സ്റ്റോറി പറഞ്ഞെടുത്ത് നമ്മളിപ്പോൾ ബൈയിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത് ശരിയല്ല. കാരണം ഒന്നാമത് തന്നെ ജെസ്സി ലിവർമോർ ഒരു സെല്ലറായിരുന്നു. മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ട്രേഡിങ്ങിൽ വ്യക്തമായ റൂൾ ബേസിൽ ട്രേഡ് ചെയ്യുക. ജെസ്സി ലിവർമോറിന്റെ ട്രേഡിംഗ് കോഡ്സ് മുറുകെ പിടിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ജേർണി, അതോടൊപ്പം ലൈഫ് ജേർണി എന്തുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു, ആ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ നമുക്ക് കുറെ കൂടെ ഈ ഒരു ട്രേഡിംഗ് ലോകത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു പ്രോബ്ലംസും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ചതിക്കുഴികൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കാനിടയായി. പുസ്തകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ് ജെസ്സി ലിവർമോറിൻ്റെ ഇമോഷണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ ഡീപ്പസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ മോട്ടിവേഷൻ തരുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ലെറ്ററിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ജെസ്സി ലിവർമോർ ഇമോഷനുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സ്വന്തം റൂൾ ബേസിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ മാത്രം. അപ്പം ഈ പോസിറ്റീവ്സ് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വശമുണ്ട്, അത് പലരും പറയുന്നില്ല. ഇപ്പം നമുക്ക് ട്രേഡിംഗ് കോഴ്സുകൾ വിൽക്കുന്ന പല ആളുകളും അവർ ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവരുടെ P&L അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് ജേർണിയെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ അന്വേഷിക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കാം ചിലപ്പോൾ ട്രേഡിംഗ് കോഴ്സ് സെല്ല് ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് വന്നത്. കാരണം ഇത് എല്ലാവർക്കും ട്രേഡ് ചെയ്ത് ലാഭം എടുക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ട്രേഡേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് വളരെ റെസ്പെക്റ്റോടെ മാത്രമാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്. കാരണം ജീവിച്ചത്രയും കാലം അദ്ദേഹം വളരെ ഗ്രേറ്റ് ആയിരുന്നു, അല്ലേ? ബെയർ ഓഫ് ദ വോൾ സ്ട്രീറ്റ് എന്ന് പറയപ്പെടുന്ന രീതിയിൽ അമേരിക്കയെ വിറപ്പിച്ച, അല്ലെങ്കിൽ ട്രേഡിംഗ് ലോകത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കിങ് എന്നായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന അത്രയും നാളുകൾ അറിയപ്പെട്ടത്. പക്ഷേ എന്തുകൊണ്ടോ എക്കാലവും ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചില്ല. എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അദ്ദേഹത്തിന് ലൈഫിൽ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ അതൊക്കെ ഏതെല്ലാം കാര്യങ്ങളാണോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റൂൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. സ്വന്തമായിട്ടൊരു റൂൾ സെറ്റ് ചെയ്ത ശേഷം ട്രേഡിംഗ് ലോകത്തിലേക്ക് ഇറങ്ങുക. അപ്പം ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട്, ഓപ്ഷൻ ട്രേഡിങ്ങിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി.